അമേസിംഗ് ആയിട്ടുള്ള നമ്മളുടെ ഈ എം ഫാക്ടർ സക്സസ് പാർട്ടി കുറച്ചുകൂടി സ്പെഷ്യൽ ആക്കാൻ നിരവധി സ്പെഷ്യൽ ഗസ്റ്റ് ഫ്രം ദ ഫിലിം ഇൻഡസ്ട്രി നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ ചത്തേ പച്ചയെ കുറിച്ചും നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയെ കുറിച്ചുമുള്ള അവരുടെ ഒരു വാക്ക് ഷെയർ ചെയ്യാൻ ഞാൻ അവരെ ഓരോരുത്തരായി വിളിക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ എസ് പി മലയൻ സർ, പ്ലീസ് വെൽക്കം യു ഓൺ സ്റ്റേജ്. നല്ലൊരു കൈയടിയോടെ സെബി സാറിന്റെ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ടു ദി സക്സസ് പാർട്ടി ഓഫ് ചത്താ പച്ച സർ. ഗുഡ് ഈവനിങ്. ആദ്യം തന്നെ ജാമ്യം എടുക്കട്ടെ. ചത്താപ്പച്ച ഞാൻ ഇതുവരെ കണ്ടില്ല. റിവ്യൂസൊക്കെ കാണുന്നുണ്ട്, നല്ല റിപ്പോർട്ട്സ് കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം റിലീസിൻ്റെ തലേ ദിവസം ഷൗക്കത്തിൻ്റെ ബ്രദറിനെ ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല റിപ്പോർട്ട്സ് കേൾക്കുന്നുണ്ടല്ലോ ട്രെയിലർ റിലീസ് ചെയ്ത് കഴിഞ്ഞ ശേഷം. ആ റിപ്പോർട്ട്സ് അല്ലെങ്കിൽ ആ ട്രെയിലർ കൊടുത്ത ഫീഡ്ബാക്ക് തിയേറ്ററുകളിലേക്ക് ബന്ധപ്പോൾ കിട്ടുന്നു എന്നുള്ളത് വളരെ സന്തോഷം. ഒരു പുതിയ കൂട്ടം ചെറുപ്പക്കാർ മലയാള സിനിമയെ എൻട്രി ചെയ്ത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സിനിമ ഉണ്ടാക്കുക എന്നുള്ളത് വലിയ സന്തോഷമാണ്. നേരത്തെ ഇതിൻ്റെ ഡയറക്ടർ പറഞ്ഞതുപോലെ പുതിയ ആൾക്കാർക്ക് ഡിവിഷൻ ഡയറക്ടേഴ്സിന് എപ്പോഴും അവസരം കൊടുക്കുന്ന ആളാണ് ശ്രീ മമ്മൂട്ടി. ഞാനും ആ ഗണത്തിൽപ്പെട്ട ആളാണ്. ആള് രൂപം കൊണ്ടല്ല, ശബ്ദം കൊണ്ടാണ് എൻ്റെ ആദ്യത്തെ സിനിമയിൽ ഉണ്ടായിരുന്നത്. മമ്മൂട്ടി ചേട്ടൻ എന്ന അദൃശ്യ കഥാപാത്രമായിട്ട് അദ്ദേഹം എൻ്റെ ആദ്യത്തെ സിനിമയിൽ ശബ്ദം കൊണ്ട് സാന്നിധ്യമായിട്ടുണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ പറയാനുള്ള അദ്ദേഹത്തെക്കുറിച്ച് തന്നെയാണ്. പക്ഷേ ഒരാളെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കുന്നയാളുടെ ഒരു ജാഗ്രതയെക്കുറിച്ച് ഉള്ള ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. എൻ്റെ 45 വർഷങ്ങൾക്ക് മുമ്പ് ഒരവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ പോയി സ്വീകരിച്ച് അന്ന് കണ്ട ആ സൗഹൃദവും സ്നേഹവും സന്തോഷവും ഇപ്പോഴും പറയാതെ അറിയുന്ന ഒരു ബന്ധം ഞങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. അത് ഇനിയും തുടരുക തന്നെ ചെയ്യും. പണ്ട് ജോൺസൺ പറഞ്ഞതുപോലെ, ഒരിക്കൽ ജോൺസൻ്റെ അടുത്ത് പറയുകയാണ്, നമ്മൾ തമ്മിൽ ഒരു സൗഹൃദം ഉണ്ടാകുന്നത് സിനിമയിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷേ ആ സൗഹൃദം നിലനിർത്താൻ സിനിമ വേണമെന്നുള്ള നിർബന്ധമില്ല. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ആ സൗഹൃദത്തിൻ്റെ ഒരു സത്യസന്ധത ഇല്ലാതായി പോകും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ 45 വർഷത്തെ സ്നേഹവും സൗഹൃദവും സന്തോഷവും ഉള്ളിൽ സൂക്ഷിക്കുന്നു. താങ്ക് യു മമ്മൂട്ടി ഫോർ ഓൾ ദീസ് ഇയേഴ്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ആ ഒരു വാംത് എല്ലാത്തിനായിട്ടും നന്ദി. ആൻഡ് സക്സസ് ആൻഡ് കൺഗ്രാജുലേഷൻസ് ടു ടീം എനിക്കെപ്പോഴും ഒരു ടങ് ട്വിസ്റ്ററാണ്. ചത്താപ്പച്ച ടീമിന് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. ഒരു കാര്യം ചോദിച്ചോട്ടെ സെബി സർ, മമ്മൂക്കയുടെ കൂടെ കുറച്ച് സൈക്കോളജിക്കൽ ഡ്രാമാസും അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. തനിയാവർത്തനം, ഓഗസ്റ്റ് 1 ഇപ്പം മമ്മൂക്ക നമ്മുടെ മുമ്പിൽ വോൾട്ടറായി എത്തുന്നു, ബിലാലായി എത്തുന്നു, ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ്. അപ്പൊ മമ്മൂക്കയുടെ വാട്ട് ക്വാളിറ്റി ഓഫ് ദാറ്റ് ആക്ടർ മേക്സ് ഹിം ഡു ഓൾ ദീസ് തിങ്സ് ആസ് എ ഡയറക്ടർ സാറിന് അത് തോന്നുന്നു? മമ്മൂട്ടി ഇപ്പോഴും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോഴും ചെയ്യുന്ന ഓരോ സിനിമകളും ഇപ്പോൾ പുതിയ പിള്ളേരോട് ചെയ്യുമ്പോഴും അവരെക്കാളും അപ്ഡേറ്റഡ് ആണ് അദ്ദേഹം അല്ലേ. സിനിമയെക്കുറിച്ച്, വേഷങ്ങളെക്കുറിച്ച്, ഫാഷനെക്കുറിച്ച്, എന്താണ് പുതിയ ഗാഡ്ജറ്റ്സുകളെക്കുറിച്ച് എന്നും എപ്പോഴും ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടർ എന്നല്ല, ഒരു വ്യക്തിയെ നമുക്ക് അപൂർവമായിട്ട് കണ്ടെത്താൻ കഴിയും. സോ ഈസ് കണ്ടിന്യൂ. Thank you so much, Sibi sir. Thank you so much for being with us. അടുത്തതായി മമ്മൂക്കയുടെ സെവറൽ ഐക്കോണിക് ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ട് എന്നാലും പെട്ടെന്ന് ഓർത്തിരിക്കുന്ന കുറച്ച്